രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപ്പാറ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, സംസ്ഥാന സർക്കാരിന്റെ ഈ വികസന സദസ്സിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് മുസ്ലിം ലീഗ് ആദ്യം സ്വീകരിച്ചിരുന്ന ഒരു നിലപാട് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു ആ പത്രക്കുറിപ്പൊക്കെ പുറത്തു വന്നിരുന്നു. അതിലൊക്കെ പറയുന്നത് ഇതിൽ പങ്കെടുക്കേണ്ടത് ആവശ്യമാണ്, മലപ്പുറത്ത് ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ അത് വിജയിപ്പിക്കണം മുതലായ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു മുസ്ലിം ലീഗ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴിതാ ആ പരിപാടിയിൽ നിന്ന് ബഹിഷ്കരിക്കുകയാണ്. മുസ്ലിം ലീഗ് അതിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ട് തന്നെ ഒരു സദസ്സ് ഇവിടെ സ്വന്തം നിലയ്ക്ക് തന്നെ നടത്താനാണ് ഇപ്പോൾ ഈ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ തൊട്ട് മുൻപ് വരെ പറഞ്ഞിരുന്നത് പങ്കെടുക്കുമെന്നായിരുന്നു. ഈ വികസനത്തിനൊക്കെ തന്നെയും അല്ലെങ്കിൽ മലപ്പുറത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ സർക്കാർ ഇങ്ങനെ ഒരു പരിപാടി കൊണ്ടുവരുമ്പോൾ അതിൽ പങ്കെടുക്കാനൊക്കെ തന്നെ മുസ്ലിം ലീഗിന് താല്പര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തോ ഒരു ബാഹ്യ സമ്മർദ്ദത്തിന്റെ പേരിലായിരിക്കില്ലേ ഇപ്പോൾ ഈ ഒരു പരിപാടിയിൽ നിന്ന് പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും UDF-ന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാകാം എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അല്ലെങ്കിൽ നേരത്തെ പങ്കെടുക്കാൻ തീരുമാനിച്ചു, ഇപ്പോൾ പെട്ടെന്ന് 40 മണിക്കൂറിൽ അല്ലെങ്കിൽ ലാസ്റ്റ് നിമിഷത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയും. അതിന്റെ അർത്ഥം UDF മൊത്തത്തില് കോൺഗ്രസോട് ഉൾപ്പെട്ട പ്രധാന ഘടകകക്ഷിയായ ലീഗ് കൂടി അറിഞ്ഞുകൊണ്ടെടുത്തൊരു തീരുമാനമായിരിക്കുമല്ലോ ഈ പറഞ്ഞ സദസ്സുകളിൽ, വികസന സദസ്സുകളിൽ പങ്കെടുക്കേണ്ടതില്ല. നേരത്തെ നവകേരള സദസ്സ് സംഘടിപ്പിച്ച സമയത്തും ഇതേ കാരണങ്ങളുടെ പേരിൽ ബഹിഷ്കരിച്ചതാണ് UDF. അന്ന് ലീഗ് അടക്കം മലപ്പുറത്ത് നവകേരള സദസ്സിലൊന്നും പങ്കെടുത്തിട്ടില്ല, കേരളത്തിൽ ഒരു ജില്ലയിലും പങ്കെടുത്തില്ല. പക്ഷെ ഇപ്പോ ബാക്കി എല്ലാ ജില്ലകളിലും UDF ഇത് ബഹിഷ്കരിക്കുന്നു. വികസന സദസ്സ് എന്ന് പറയുന്ന ഈ സദസ്സ് സ്വാഭാവികമായിട്ടും 2 തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ സർക്കസ് ആണ്, അല്ലെങ്കിൽ ഒരു എക്സർസൈസ് ആണ്. അത് ആളുകളെ എന്താ പറയുക, വോട്ട് തട്ടാനുള്ള ഒരു പരിപാടിയാണ് എന്നുള്ള നിലയ്ക്കാണ് ഇത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ ലീഗ് ഇതിൽ മലപ്പുറത്ത് പങ്കെടുക്കാൻ തീരുമാനിച്ചതിനൊരു ന്യായീകരണമായിട്ട് പറഞ്ഞത്, അതായത് പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് കേവലം ഒരു സർക്കാർ പരിപാടിയായിട്ട് നടക്കും. ലീഗാണ് മഹാഭൂരിപക്ഷം പഞ്ചായത്തുകളോടെ ഭരിക്കുന്നത്. എല്ലാ ത്രിതല പഞ്ചായത്തിന്റെ എല്ലാ ഘടകങ്ങളും വെച്ച് ചോദിച്ചാലും ലീഗിനാണ് മലപ്പുറം ജില്ലയിൽ മഹാഭൂരിപക്ഷം. അപ്പൊ സ്വാഭാവികമായിട്ടും സർക്കാർ ഇങ്ങനെ ഒരു പത്ത് നടക്കും ചെയ്യുന്നു. അപ്പൊ അതാത് പഞ്ചായത്ത് സെക്രട്ടറിമാര് അല്ലെങ്കിൽ ബന്ധപ്പെട്ട മുനിസിപ്പൽ സെക്രട്ടറിമാർ ഇവരെല്ലാവരും ഈ സദസ്സിൽ പങ്കെടുക്കുകയും അപ്പോ ഗവൺമെന്റ് തലത്തിലുള്ള പ്രചരണം ഈ പറഞ്ഞ രീതിയിൽ അതിന്റെ എല്ലാം ക്രെഡിറ്റ് അവിടെ മുസ്ലിം ലീഗിന്റെ ഭരണസമിതികൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളൊന്നും അവതരിപ്പിക്കാൻ കഴിയാതെ പോവുകയും സർക്കാരിൻ്റെതായ രീതിയിൽ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാർ വഴി ആ നേട്ടങ്ങളുടെ ക്രെഡിറ്റ് മുഴുവൻ സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പങ്കെടുത്തില്ലെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് നഷ്ടമായി തീരും എന്നൊക്കെ ഒരു വ്യാഖ്യാനമാണ് നേരത്തെ ലീഗ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോ ഒരുപക്ഷെ ലീഗിന്റെ മേൽ സമ്മർദ്ദം ഉണ്ടാവും. UDF വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഒരുമിച്ചൊരു എടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിൽ നിന്നും പിന്മാറുന്നത് ഗുണകരമല്ല. അത് വലിയ കൺഫ്യൂഷനും അതുപോലെ തന്നെ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും. അത് UDF-ൽ അനയിക്കുകയാണ്. UDF ശിഥിലാകുന്നു. പൊതു തീരുമാനം മാറ്റി നിർത്തി അല്ലെങ്കിൽ പൊതു തീരുമാനത്തിന് വിരുദ്ധമായി ലീഗ് മലപ്പുറം ജില്ലയിൽ പങ്കെടുക്കുന്നു. ലീഗ് കോൺഗ്രസ് ബന്ധം വഷളാവുന്നു. UDF തകർച്ചയിലേക്ക് എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടാകും. ഏതായാലും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ഇനി മാസങ്ങൾ മാത്രം അവശേഷിക്കുക. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഒരു ഏതെങ്കിലും രീതിയിൽ മുന്നണിയുടെ പൊതു താല്പര്യങ്ങൾക്ക് നിരക്കാത്ത രീതിയിൽ ഒരു തീരുമാനമെടുത്ത് ലീഗ് പ്രതിസന്ധി സൃഷ്ടിച്ചു എന്നുള്ള പെരുദോഷം വേണ്ട എന്നുള്ള നിലയ്ക്ക് സദസ്സ് നടത്തും. പക്ഷെ ലീഗ് സ്വന്തം നിലയ്ക്ക് തന്നെ നടത്തുന്നു, ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലായാലും ശരി, നഗരസഭകളിലായാലും ശരി, അവിടെ ലീഗ് തന്നെ സ്വന്തം നിലയ്ക്ക് സദസ്സുകൾ നടത്തുകയും ആ സദസ്സുകളിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും, നേട്ടങ്ങളൊക്കെ. അപ്പോ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇപ്പൊ തൊട്ട് മുമ്പ് വരെ എല്ലാ ചാനലുകളും ഈ വിഷയം ചർച്ച ചെയ്തപ്പോഴൊക്കെ ലീഗിന്റെ വിശദീകരണം ഈ രീതിയിലായിരുന്നു. അതിൽ പങ്കെടുത്തില്ലെങ്കിൽ അത് സർക്കാർ അത് നേട്ടം ഉണ്ടാക്കും, സർക്കാരിന്റെ നേട്ടങ്ങളായിട്ട് ചിത്രീകരിക്കും ലീഗിന്റെ നേട്ടങ്ങളെ എന്നുള്ള രീതിയിലായിരുന്നു ഒരു വ്യാഖ്യാനം. അതുകൊണ്ട് അത് മുഴുവനും സർക്കാർ തട്ടിയെടുക്കുന്നതിന് പകരം പങ്കെടുത്തുകൊണ്ട് അതിനെ തങ്ങൾക്ക് അനുകൂലമായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ള ലെവലിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഏതായാലും ഇപ്പോൾ അവസാന തീരുമാനം മാറ്റുന്നു. അവർ സദസ്സിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിക്കും. തീർച്ചയായിട്ടും അത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് ആശ്വാസകരമാണ്. അവരഭിപ്രായ ഭിന്നതയില്ല. UDF ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുന്നു. ഒരു തീരുമാനം അതേപടി സംസ്ഥാനത്തുടനീളം ഒരേ തീരുമാനം കൈക്കൊള്ളുന്നു. അത് മലപ്പുറത്ത് മാത്രമായിട്ട് അതിലൊരു മാറ്റമില്ല. ലീഗ് തീരുമാനം മാറ്റുന്നതിനർത്ഥം UDF സംവിധാനത്തിന്റെ ഒരു കെട്ടുറപ്പിന് വേറെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിനകത്ത് ഒരു കെട്ടുറപ്പിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ ലീഗ് ആഗ്രഹിക്കുന്നില്ല. ലീഗ് ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ
തയ്യാറല്ല എന്നൊരു സന്ദേശമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇടതുപക്ഷം അതൊരു പ്രചരണ ആയുധമാക്കി മാറ്റിയതിന് ലീഗ് പങ്കെടുക്കുന്നു, കോൺഗ്രസിന് മാത്രമേ ഉള്ളൂ വിരോധം എന്ന രീതിയിലേക്ക് മാറ്റും. കോൺഗ്രസ് ആണ് എല്ലാ വികസനത്തിനും എല്ലാത്തിനും എന്താ പറയുക ടോർപിഡോ ചെയ്യുന്നത്, അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്നത്. ലീഗ് കുറെ കൂടി പോസിറ്റീവാണ് എന്ന രീതിയിലേക്കൊക്കെ പ്രചരണം വന്നേനെ. ഏതായാലും ഇപ്പോൾ തൽക്കാലം ലീഗ് പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നത് UDF-ന് പ്രത്യേകിച്ച് കോൺഗ്രസിന് ആശ്വാസകരമാണ്. ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു മുന്നണിയിൽ അങ്ങനെ ഒരു ധാരണ പിശകുണ്ടായിരുന്നെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് ഒരായുധമായി ഇടതുപക്ഷത്തിന് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ശരി, വളരെ നന്ദിയുണ്ട് ശ്രീ ജോർജ് പടിപ്പാറ ഈ അവസരത്തിൽ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.